നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രീത പ്രഭാകർ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ദേഷ്യമാണ്. ദേഷ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. ഇപ്പോൾ ആൾക്കാർക്ക് ദേഷ്യം കൂടി വരുന്ന ഒരു സാഹചര്യം കൂടെയാണ്. പ്രത്യേകിച്ച് പകർച്ചവ്യാധിയും പനിയും എല്ലാം വരുമ്പോഴത്തേക്കും നമ്മുടെ മാനസിക നിലയെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ദേഷ്യം, ഭയം പോലെയുള്ള ലോവർ ഇമോഷൻസൊക്കെ ആൾക്കാരിൽ വളരെയധികം കൂടുന്നുണ്ട്. ദേഷ്യം എന്താണെന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ദേഷ്യം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നും നമുക്കൊന്ന് നോക്കാം. ദേഷ്യം എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ഇമോഷനാണ്. അതായത് അതൊരു ട്രൂ ഇമോഷൻ അല്ല എന്ന് തന്നെ പറയാം. ദേഷ്യം ഇപ്പോൾ അത് സെക്കൻഡറി ഇമോഷനാണെന്ന് പറയാൻ തന്നെ കാര്യം, പലപ്പോഴും ദേഷ്യം വരുമ്പോൾ ശരിക്കും നമ്മൾ എന്തിനാണോ ദേഷ്യപ്പെടുന്നത് അതായിരിക്കില്ല യഥാർത്ഥ കാരണം. നമ്മുടെ പ്രശ്നം അതായിരിക്കത്തില്ല. മറ്റെന്തോ വിഷമോ അല്ലെങ്കിൽ മറ്റെന്തോ ആരുടെയെങ്കിലും പെരുമാറ്റമോ അതൊന്നും നമുക്ക് ഇഷ്ടപ്പെടാതെ നമ്മുടെ മനസ്സിലൊരു ഇറിറ്റേഷൻ ഇങ്ങനെ ഫോം ചെയ്തു തുടങ്ങും. ആ ഇറിറ്റേഷനായിരിക്കും നമ്മൾ വളരെ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ദേഷ്യമായിട്ട് പെട്ടെന്ന് എക്സ്പ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ദേഷ്യത്തെ ഒരു ട്രൂ ഇമോഷൻ അല്ലാന്നും അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഇമോഷൻ എന്ന് പറയാനും കാരണം അതാണ്. ഓക്കെ, അപ്പോൾ ഈ ദേഷ്യം നമുക്ക് പൂർണ്ണമായിട്ടൊരു മോശം കാര്യമാണ് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രാക്ടിക്കലി ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ജീവിത സാഹചര്യം അനുസരിച്ച് കുറച്ചൊക്കെ ദേഷ്യം നമുക്ക് ആവശ്യമാണ്. ദേഷ്യം എപ്പോഴാണ് നല്ലതാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായ പർപ്പസിന് നമ്മൾ ദേഷ്യപ്പെടുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ ദേഷ്യപ്പെടുന്നത് കൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് നമുക്ക് വരുത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ ദേഷ്യം നല്ലതാണ്. എന്നാൽ അതേസമയം നമ്മുടെ ദേഷ്യം കൊണ്ട് ഒരു ഡിസ്ട്രക്ഷനാണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദനയാണ് സംഭവിക്കുന്നതെങ്കിൽ ദേഷ്യം പ്രശ്നക്കാരനാണ്, നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ദേഷ്യം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ, മൈൻഡ്ഫുൾനെസ് ടെക്നിക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതായത് മെഡിറ്റേഷനോ ബ്രീത്തിങ് എക്സസൈസോ അല്ലെങ്കിൽ ഗ്രൗണ്ടിങ്ങോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിരിക്കുവാണെങ്കിൽ ചെറിയൊരു വാക്കിന് പോവുക. അതായത് ആരോടും ഒന്നും സംസാരിക്കാതെ പതുക്കെ എവിടെയെങ്കിലും കുറച്ച് ദൂരം ഒന്ന് നടക്കാൻ പോവുക. നമ്മളൊന്ന് നടന്നിട്ടൊക്കെ തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചൊന്ന് റിലീവ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് 10 തൊട്ട് ബാക്കിലോട്ടൊന്ന് എണ്ണുക, അല്ലെങ്കിൽ മൈൻഡിൽ നിന്ന് ആ ഒരു ചിന്ത അങ്ങ് മാറ്റിക്കളയുക. വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ആയി കഴിയുമ്പോഴത്തേക്കും ദേഷ്യം ഒന്ന് കുറയും. പിന്നെ ഈ 10 മുതൽ ബാക്കിലോട്ട്, അതുമല്ല ഭയങ്കര ദേഷ്യമാണെങ്കിൽ 100 മുതൽ ബാക്കിലോട്ട് നമുക്കൊന്ന് എണ്ണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു കൺട്രോൾ കിട്ടും. ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊന്ന് മാറി നിന്നാലും നമ്മൾ കുറച്ച് റിലീവ്ഡ് ആവും. പിന്നെ അപ്പോൾ ദേഷ്യം കുറയ്ക്കാൻ നമുക്കിതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിതൊക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടങ്ങളുണ്ടാവും. അതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടക്കേട് മറ്റൊരാളോ അറിയിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു നോ പറയാനോ ശരിക്കും പറഞ്ഞാൽ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. നമുക്കൊരാളോട് നോ പറയുന്നെങ്കിൽ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ ക്ഷമയോടുകൂടി നമുക്ക് നോ പറയാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കഴിവതും ദേഷ്യപ്പെടാതെ നമ്മുടെ ഇഷ്ടക്കേടുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ പൊളൈറ്റായിട്ടുള്ള രീതിയിൽ എന്നാൽ സമാധാനപരമായിട്ട് അത് പറയാൻ ശ്രദ്ധിക്കുക. ആദ്യത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് കഴിവതും നമ്മൾ ഡിസിഷൻസ് ഒന്നും എടുക്കാണ്ടിരിക്കുക. കാര്യം നമ്മൾ അപ്സെറ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയായിരിക്കും. ആ സമയത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഒന്നും അങ്ങോട്ട് കറക്റ്റായി വരണം എന്നില്ല. അപ്പോൾ ആ സമയത്ത് കഴിവതും നമ്മൾ ഡിസിഷൻസ് എടുക്കാതിരിക്കുക. ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഒന്നും തന്നെ ആ സമയത്ത് എടുക്കാതിരിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ കഴിവതും ദേഷ്യം വരുന്ന സമയത്ത് ഒന്ന് സൈലൻ്റായിട്ട് അധികം സംസാരിക്കാൻ പോകാണ്ടിരിക്കുക. ആ ഒരു ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് തിളച്ച് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കുക ആ സിറ്റുവേഷനിൽ. ആ സമയത്ത് കഴിവതും നമ്മൾ ആരോടും കൂടുതലായിട്ട് സംസാരിക്കും. കാര്യം ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ചാൽ എന്തായാലും ചിലപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിന്നൊന്ന് മാറി നിൽക്കുക. ഓക്കെ, ലെസ് സ്പീക്കിംഗ്, അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇറിറ്റേറ്റഡ് ആണോ, അതിന് എന്തെങ്കിലും ഒരു കാരണം കാണില്ലേ? നമ്മൾ ഇറിറ്റേറ്റഡ് ആവാനൊരു മൂലകാരണം കാണും. അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മളൊന്ന് പോവുക. അതുവഴി എന്താണ് നമ്മളെ ഇറിറ്റേറ്റിംഗ് ആയിരിക്കാനുള്ള ഫാക്ടർ എന്താണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തുക.
ഓക്കെ, അതുവഴി നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഈ ദേഷ്യത്തിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു വ്യക്തി ദേഷ്യത്തിലാണോ, ഉറപ്പിച്ചോളൂ അയാളുടെ മനസ്സിൽ എന്തോ ഒന്ന് കിടന്നു പുകയുന്നുണ്ട്. അതിൻ്റെ വേരുൾപ്പെടെ നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ ദേഷ്യം എന്ന് പറയുന്ന സംഭവം നമുക്ക് കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ നമ്മളിനി എന്തൊക്കെ ചെയ്താലും ദേഷ്യം നമ്മളെ വിട്ട് പോവില്ല. അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ള വേറൊരു സുപ്രധാന കാര്യം എന്ന് വെച്ചാൽ, ഈ ദേഷ്യം, വയലൻസ്, ഇതൊക്കെ പറയും, ഗ്രഡ്ജ്, നമുക്കൊരാളോട് തോന്നുന്ന വാശി എന്നൊക്കെ പറയുന്നത്, അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എനർജി. അതൊരു എനർജിയാണ്. ഈ എനർജിയുടെ ഭാരം നമ്മളിൽ കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സക്സസിൻ്റെ പടികൾ നമുക്ക് ചവിട്ടാൻ പറ്റാണ്ടായിപ്പോവും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ കഴിവതും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്കെന്താണ് പ്രോബ്ലം എന്നുള്ളത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമ്മൾക്കായിരിക്കും അത് കണ്ടുപിടിക്കാൻ സാധിക്കുക. അപ്പോൾ അതിന് ഒരു ട്രൈ നടത്തുക. ഓക്കെ, താങ്ക് യു.